ചാനൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? 9ാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിന് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോദ്യം മാത്രമല്ല, അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ എക്സാം എഴുതാൻ പോകാവൂ മക്കളെ. കാരണം തുടർച്ചയായ എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കൾ നോക്കിക്കോളൂ. ദ ഭക്തി മൂവ്മെന്റ് ക്രിയേറ്റഡ് certain qualitative changes in the Indian society. Write any 2 changes. നമുക്കറിയാം ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ഭക്തി പ്രസ്ഥാനം ഇന്ത്യൻ സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുകൂടാതെ ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് ഉദാഹരണം എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രധാനമായും 5-6ഓളം പോയിന്റുകൾ ഉണ്ട്. നിർബന്ധമായും നമ്മൾ ഒരു 4-5 പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കണം മക്കളെ. നമുക്ക് നോക്കാം മക്കളെ, പ്രധാനപ്പെട്ടത് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. ഇറ്റ് ക്രിയേറ്റഡ് certain qualitative changes in the Indian social system. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ ചില ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു അല്ലെ. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൽ കുറെ ഗുണപരമായ മാറ്റങ്ങൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? ഈ ഭക്തി പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു റിസൾട്ട് ആണ്. നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കൂ. ഭക്തി കൾട്ട് പ്രൊപ്പഗേറ്റഡ് ദാറ്റ് എവരിവൺ വാസ് ഈക്വൽ ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് അല്ലെ. ഈ പറഞ്ഞ ഭക്തി പ്രസ്ഥാനം പ്രധാനമായും പ്രചരിപ്പിച്ചത് എല്ലാ ആളുകളും എന്താണ്, ഈ ദൈവത്തിന് മുൻപിൽ തുല്യരാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് എന്ത് ചെയ്യുന്നത്, അവർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. തേർഡ് പോയിന്റ് നിങ്ങൾ നോക്ക്. സ്ട്രെങ്തൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി അഗൈൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജാതി വിവേചനത്തിന് എതിരായി സാമൂഹിക സമത്വം എന്ന ചിന്ത ശക്തിപ്പെട്ടു. ഇവരുടെ കാലഘട്ടത്തിലാണ് അത് ശക്തിപ്പെടുന്നത്. നെക്സ്റ്റ് വൺ 4ാമത്തെ പോയിന്റ് നോക്കൂ. ടു ഡെവലപ്ഡ് ദ ഐഡിയ ഓഫ് ജെൻഡർ ഇക്വാലിറ്റി. ലിംഗസമത്വം എന്ന ആശയം രൂപം കൊണ്ടു. ലിംഗസമത്വം എന്ന ആശയത്തിന് വലിയ തരത്തിൽ പ്രാധാന്യം ഇവർ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് 5ാമത് നോക്ക്. റീജിയണൽ ലാംഗ്വേജസ് ഡെവലപ്ഡ്. പ്രധാനമായിട്ട് നമുക്കറിയാം പ്രാദേശിക ഭാഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് രൂപം കൊണ്ടിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഈവിൾ പ്രാക്ടീസസ് വേർ ക്വസ്റ്റ്യൻഡ്. അനാചാരങ്ങൾ എന്ത് ചെയ്തു, ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പൊ മക്കളെ, ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റുകളിൽ മിനിമം ഒരു 3-4 പോയിന്റെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമുകൾക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കാം, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിച്ചോളൂ. പ്രധാനമായിട്ട് നമുക്കറിയാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. വാട്ട് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇവന്റ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കണം, വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവർത്തിക്കേണ്ട നടപടികൾ എന്തെല്ലാം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമുക്ക് നോക്കണം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള മെഷേഴ്സ് ആണ്, പ്രധാനമായിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇത് കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുകയും വേണം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ എന്തുണ്ടാവാം, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ മക്കൾ നോക്കിക്കോളൂ. 1ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കൂ. പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് ടു ദ ഇൻജേർഡ്. നമുക്കറിയാം പരിക്കേറ്റവർക്ക് എത്രയും വേഗം എന്ത് ചെയ്യുക, വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ് 1ാമത്തെ കേട്ടോ. അതാണ് ഇത് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്ക്. ഡു നോട്ട് ബിലീവ് ഓർ സ്പ്രെഡ് റൂമേഴ്സ്. നമുക്കറിയാം ഊഹാപോഹങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും അതുപോലെ തന്നെ പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് ഇത് 2ാമത്തത്. നെക്സ്റ്റ് വൺ നോക്ക്. കീപ് ഓൺലി പ്രഷ്യസ് ഐറ്റംസ് ഓഫ് ഓർ ഡോക്യുമെന്റ്സ് അലോങ് വിത്ത് യു. പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രേഖകൾ എന്നിവ മാത്രം കയ്യിൽ കരുതാൻ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ട് ലാസ്റ്റ് നിങ്ങൾ നോക്ക്. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ ഓൺലി. പ്രധാനമായിട്ട് പറയുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം എന്ത് ചെയ്യുക, കുടിക്കുക എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. കീപ് ദ നെസസറി മെഡിസിൻസ് വിത്ത് യു. പ്രധാനമായിട്ടും അത്യാവശ്യ മരുന്നുകൾ കരുതാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പൊതുവായ നടപടികളാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഇതൊരു ജനറൽ മെഷേഴ്സ് ആണ്. നിർബന്ധമായും ഇത്രയും പോയിന്റുകൾ പഠിച്ചിരിക്കണം. എക്സാമുകൾക്ക് എന്തായാലും ചോദിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ഇന്നും നാളെയൊക്കെ വരുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നുണ്ട്. അപ്പൊ മക്കളൊക്കെ എന്ത് ചെയ്യണം, ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ നേരെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തുകയും കൂടി വേണം. കൂടാതെ ഒറ്റ കാര്യം കൂടി മക്കൾ ചെയ്യേണ്ടതുണ്ട്. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പൊ മക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജിതിൻ സാറെയാണ്. നമുക്ക് ഇനിയും കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.